ലോറൻസിന്റെ മകൾ ആശ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ലോറൻസിന്റെ ഭൗതിക ശരീരം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഇന്നലെയാണ് മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാൻ മെഡിക്കൽ കോളേജ് തീരുമാനമെടുത്തത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ലോറൻസിന്റെ മൃതദേഹം അത് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ആദ്യം കേസ് പരിഗണിച്ചപ്പോൾ അത് മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കട്ടെ എന്നുള്ള മക്കളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷം മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് തീരുമാനിക്കുകയാണ് അത് വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കാൻ. പക്ഷേ മകൾ ആശ ലോറൻസ് വീണ്ടും അത് മതാചാരപ്രകാരം സംസ്കരിക്കണം എന്ന ആവശ്യവുമായി വീണ്ടും കോടതിയിലേക്ക് പോവുകയാണല്ലോ. മറ്റു വിവരങ്ങൾ. അന്തരിച്ച CPM നേതാവ് ലോറൻസിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് മക്കൾക്കുള്ളിൽ തർക്കമുടലെടുത്തത്. ആശ ലോറൻസ് മെഡിക്കൽ കോളേജിന്റെ തീരുമാനത്തിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുകയാണല്ലോ. രേഷ്മ ബാബു. വിനോദ്, നിലവിൽ ആശ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നാളെ തന്നെ ഹർജി നൽകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോറൻസിന്റെ ഭൗതിക ശരീരം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനം അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് വീണ്ടും കോടതിയിൽ ഹർജി നൽകുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയ സമയത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് അനാട്ടമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതായിരുന്നു. തുടർന്ന് ആ ഹർജി തീർപ്പാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക സമിതി യോഗം ചേരുകയും ലോറൻസിന്റെ മക്കളെയും സാക്ഷികളെയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ സമിതി തീരുമാനമെടുത്തത് എത്രയും പെട്ടെന്ന് ഈ വൈദ്യ പഠനത്തിനായിട്ട് ലോറൻസിന്റെ ഭൗതിക ശരീരം കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നായിരുന്നു. മൂത്ത മകനായിട്ടുള്ള ML സജീവൻ അതിന്റെ മൊഴികളടക്കം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ അതിൽ സുജാത നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കിയില്ല. മറ്റൊരു മകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ആശ ലോറൻസ് കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ സാക്ഷികളുടെയും അതോടൊപ്പം തന്നെ മൂത്ത മകന്റെയും മൊഴികളടക്കം വിലയിരുത്തിക്കൊണ്ട് വൈദ്യ പഠനത്തിനായിട്ട് ലോറൻസിന്റെ ഭൗതിക ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ കൈമാറാം എന്നുള്ള ഒരു നിലപാടിലേക്ക്, അത്തരമൊരു അന്തിമ തീരുമാനത്തിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി എത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ആശ ലോറൻസ് വ്യക്തമാക്കിയത് ഈ സമിതിയുടെ നിലപാട് അല്ലെങ്കിൽ സമിതി തന്നോടുള്ള പെരുമാറിയത് ഒരു മോശമായിട്ടുള്ള രീതിയിലാണ്. മാത്രവുമല്ല ഒരു CPM നേതാവ് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രിൻസിപ്പൾ പെരുമാറിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ആശ ലോറൻസ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും നിയമപരമായിട്ട് തന്നെ പോരാട്ടം തുടരുകയാണ് അവർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ഹർജി സമർപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും സിംഗിൾ ബെഞ്ചിന് മുന്നിൽ തന്നെയായിരിക്കും ഹർജി സമർപ്പിക്കുക. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി തീർപ്പാക്കിയത് മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനമെടുക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. പക്ഷെ ആ തീരുമാനം ഏകപക്ഷീയമാണെന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ആശ ലോറൻസ് വീണ്ടും സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുക. എന്തായാലും കൂടുതൽ നിയമവഴികളിലേക്കും കുരുക്കുകളിലേക്കും ഈ വിഷയം പോകുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകം.